നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പനയിൽ ESI ആശുപത്രിയുടെ നിർമ്മാണത്തിന് നഗരസഭ വിട്ടു നൽകിയ 4.6 ഏക്കർ ഭൂമിയുടെ ഏറ്റെടുക്കൽ നടപടിക്ക് അംഗീകാരം ലഭിച്ചതായി ഡീൻ കുര്യാക്കോസ് MP. ഭൂമി ഏറ്റെടുക്കൽ അംഗീകരിച്ചത് കേന്ദ്ര തൊഴിൽ മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ നടന്ന 193ാമത് ESI കോർപ്പറേഷൻ മീറ്റിംഗ്. ഇടുക്കി ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ വിനോദസഞ്ചാരികളെ കടത്തിവിടാതെ അനിശ്ചിതകാല സമരം ആരംഭിച്ച ജീവനക്കാർ. CITUവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സമരം ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലെ 4ഓളം ഹൈഡൽ ടൂറിസം സെന്ററുകളിലും ഇടുക്കി ചെങ്കുളം സെന്ററുകളിലും. ഇതോടെ ജലാശയത്തിലൂടെയുള്ള ബോട്ടിംഗ് അടക്കമുള്ള യാത്ര നടത്താൻ കഴിയാതെ സഞ്ചാരികൾ. കാഞ്ചിയാർ സ്വരാജ് തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനി റോഡ് സഞ്ചാരി യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരമുറയുമായി നാട്ടുകാർ. റോഡിന്റെ ഗുണഭോക്താക്കൾ വേറിട്ട സമരം നടത്തിയത് തെരുവ് നാടകം അവതരിപ്പിച്ച. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിര നിയമനം ലഭിച്ച 313 അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന് പരാതി. വിവരാവകാശ രേഖയിൽ പറയുന്നത് 1 വർഷം മുതൽ 7 വർഷം വരെ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ലെന്ന്. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പനയിൽ ESI ആശുപത്രിയുടെ നിർമ്മാണത്തിന് നഗരസഭ വിട്ടു നൽകിയ 4.6 ഏക്കർ ഭൂമിയുടെ ഏറ്റെടുക്കൽ നടപടിക്ക് അംഗീകാരം ലഭിച്ചതായി ഡീൻ കുര്യാക്കോസ് MP അറിയിച്ചു. കേന്ദ്ര തൊഴിൽ മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ നടന്ന 193ാമത് ESI കോർപ്പറേഷൻ മീറ്റിംഗാണ് ഭൂമി ഏറ്റെടുക്കൽ അംഗീകരിച്ചത്. കേന്ദ്ര തൊഴിൽ മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ നടന്ന 193ാമത് ESI കോർപ്പറേഷൻ മീറ്റിംഗാണ് ഭൂമി ഏറ്റെടുക്കൽ അംഗീകരിച്ചത്. യോഗത്തിൽ 100 ബെഡ് ആശുപത്രിക്കുള്ള അന്തിമാനുമതിയും ലഭിച്ചു. ഇനി ആശുപത്രിയുടെ DPR തയ്യാറാക്കിയതിനു ശേഷം നിർമ്മാണ ഏജൻസിക്ക് പ്രവൃത്തി നൽകുമെന്നും തുടർന്ന് 1 വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നും MP അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ ESI തൊഴിലാളികളുടെയും ആശ്രിതരുടെയും എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ MPയുടെ പ്രത്യേക ആവശ്യപ്രകാരം ജില്ലയിൽ ESI സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി നിർമ്മാൺ സേ ശക്തി പദ്ധതി പ്രകാരമാണ് കട്ടപ്പനയിൽ പുതിയ ആശുപത്രി അനുവദിച്ചിരിക്കുന്നതെന്നും MP അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ വിനോദസഞ്ചാരികളെ കടത്തിവിടാതെ അനിശ്ചിതകാല സമരം ആരംഭിച്ച ജീവനക്കാർ. CITUവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലെ 4ഓളം ഹൈഡൽ ടൂറിസം സെന്ററുകളിലും ഇടുക്കി ചെങ്കുളം സെന്ററുകളിലുമാണ് കവാടത്തിൽ കുത്തിയിരുന്ന് ജീവനക്കാർ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇതോടെ ജലാശയത്തിലൂടെയുള്ള ബോട്ടിംഗ് അടക്കമുള്ള യാത്ര നടത്താൻ കഴിയാതെ സഞ്ചാരികൾ വലഞ്ഞു. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാർ, മാട്ടുപ്പെട്ടി, കുണ്ടള, എക്കോ പോയിന്റ് തുടങ്ങിയ ഹൈഡൽ ടൂറിസം സെന്ററുകളിലും ചെങ്കുളം, ഇടുക്കി തുടങ്ങിയ പാർക്കുകളിലെ ജീവനക്കാരുമാണ് പണിമുടക്കുന്നത്. ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന നടപടി അവസാനിപ്പിക്കുക, ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, സെന്ററിലെ ആക്ടിവിറ്റികൾ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ 9 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. മൂന്നാറിൽ ആരംഭിച്ച അനിശ്ചിതകാല സമരം ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ ഉദ്ഘാടനം ചെയ്തു. இன்னைக்கு நூறுக்கணக்கான ஆளுகள் இன்னைக்கு டைடல் டூரிசத்துக்கு கீழே வேலை செய்யக்கூடிய ஒரு சூழ்நிலை உருவாகியிருக்கு. அப்படி வேலை செய்யக்கூடியவர்கள் இன்னைக்கு 20 வருடம் 23 வருடங்களாக வேலை செய்யக்கூடியவர்களுக்கு தற்போதும் இன்னைக்கு അവരെ തൽക്കാലിക ഊഴിയர்களാக பார்க்கக்கூடிய ഒരു സൂழ்நிலை. ജീവനക്കാർ സമരം ആരംഭിച്ചതോടെ കാടുകളുടെ ദൃശ്യഭംഗി ആസ്വദിച്ച് ജലാശയങ്ങളിലൂടെയുള്ള ബോട്ടിംഗ് ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് കഴിയാതായി. അവധി ദിവസമായതിനാൽ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഇവിടെ ബോട്ടിംഗ് നടത്താനെത്തിയത്. എന്നാൽ ജീവനക്കാർ കവാടത്തിൽ കുത്തിയിരുന്ന് സമരം ആരംഭിച്ചതോടെ പലരും നിരാശയോടെ മടങ്ങി. വരയാടുകളുടെ പ്രജനനകാലം ആരംഭിച്ചതിനാൽ രാജമലയിൽ സന്ദർശകർക്ക് പ്രവേശനമില്ല. ഹൈഡൽ ടൂറിസം സെന്ററുകളിലും സമരം ആരംഭിച്ചതോടെ മൂന്നാറിലെ ടൂറിസം ഏറെക്കുറെ സ്തംഭിച്ചു. കാഞ്ചിയാർ സ്വരാജ് തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനി റോഡ് സഞ്ചാരി യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരമുറയുമായി നാട്ടുകാർ. റോഡിന്റെ ഗുണഭോക്താക്കൾ തെരുവ് നാടകം അവതരിപ്പിച്ചാണ് വേറിട്ട സമരം നടത്തിയത്. റോഡിന്റെ ദുരവസ്ഥ കാരണം നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. റോഡിന്റെ ദുരവസ്ഥയ്ക്കെതിരെ പലതരത്തിലുള്ള സമരമുറകൾ കണ്ടവരാണ് മലയാളികൾ. എന്നാൽ ഇത്തരമൊരു സമരമുറ മലയാളികൾക്ക് അത്ര പരിചിതമല്ല. പ്രദേശവാസികൾ തന്നെ തിരക്കഥയുണ്ടാക്കിയാണ് തെരുവ് നാടകം അവതരിപ്പിച്ച സമരം നടത്തിയത്. റോഡിലൂടെ യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന അപകടങ്ങളും അപകടത്തെ തുടർന്ന് മുഴിയൻകുന്നേൽ ആശുപത്രി സ്ഥാപിക്കുന്നതും മന്ത്രി വരുന്നതുമെല്ലാം രസകരമായി അവതരിപ്പിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഈ കഥ നടക്കുന്നത് അമേരിക്കയിലല്ല എന്ന ആമുഖത്തോടെയാണ് നാടകം ആരംഭിച്ചത്.
ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് 1 വർഷമായി. ഈ റോഡ് എങ്ങനെയാ പോകുന്നത്? അമ്മയില്ലാത്ത ഈ കുഞ്ഞുങ്ങളെ ഞാൻ എങ്ങനെയാ വളർത്തുന്നത്? നാട് കാണുമല്ലോ. നാടാണ് നമ്മുടെ നാട്. റോഡ് ഈ പോയെങ്കിൽ നമ്മളെല്ലാം കൂടി ചേർന്നുകൊണ്ട് പഞ്ചായത്തിലും ത്രിതല പഞ്ചായത്തിലും ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് പുനഃസ്ഥാപിക്കാം. ഇതുകൊണ്ട് എന്റെ ചെരുപ്പ് കൊണ്ടോ നിങ്ങൾ കാണും. ഇതുകൊണ്ടോ ചെരുപ്പ്? ഇതുകൊണ്ടോ സുഖേന്ദ്രൻ ഒരു ചെരുപ്പ് പോലും ഇല്ല. ഇതുകൊണ്ടോ ചെരുപ്പല്ലേ? ഇതുകൊണ്ടോ ഈ കുഞ്ഞുങ്ങളെ കണ്ടില്ലേ? 2 വർഷം 1.5 വർഷമായി കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട്. ക്ഷമിക്കണം, നമുക്ക് കുറച്ച് നാളോട് കാത്തിരിക്കാം. ഈ റോഡിന്റെ ഒരു പുരോഗതിക്ക് വേണ്ടി പോകല്ലേ. ഞങ്ങളുടെ നാട്ടുകാരെല്ലാം കൂടി ചേർന്ന് പറയുകയാണ് പോകരുത്. നല്ല റോഡ് കൈയടിച്ച മന്ത്രി പറഞ്ഞു ഇതുപോലെ തന്നെ ഒരു 3-4 റോഡ് എനിക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഇനി കിടക്കുകയാണ്. അയ്യോ ഇത്ര നല്ല റോഡിന് വേണ്ടിയാണ് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പായിട്ട് വാക്ക് പറയുന്നു. നിങ്ങളുടെ കാര്യം അയ്യോ ഞാൻ പറഞ്ഞല്ലേ ഇതിലൂടെ പോകരുതല്ല. അയ്യോ ഇനി ഞാൻ ഇന്നെങ്ങനെ മുടി വായിട്ട് അങ്ങനെ 10 മില്ലി അടിക്കുന്നേ? അയ്യോ അതിന് നേരമില്ലല്ലോ. അയ്യോ എന്റെ കാലൊടിഞ്ഞേ. ആശുപത്രിയും ആളുകൾ വീഴുന്നതുമെല്ലാം ആവിഷ്കരിച്ചത് അധികാരികളുടെ കണ്ണ് തുറക്കാനാണ്. തങ്ങളുടെ ദുരിതമാണ് ഇതിലൂടെ അവതരിപ്പിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. ഏതാണ്ട് ഹൈക്കോടതി വരെ പോയി കേസ് നടത്തിയാണ് ഈ റോഡിൻ്റെ ഈ നല്ല റോഡ് ഉണ്ടാക്കിയെടുത്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു 1-2 വർഷമായിട്ട് ഈ റോഡ് വളരെ മോശകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, കാൽനടക്കാർക്ക് പോകാൻ പറ്റത്തില്ല, പിള്ളേർക്ക് പോകാൻ പറ്റില്ല അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ നിരന്തരമായിട്ട് പഞ്ചായത്തിലും മെമ്പർമാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും മെമ്പർമാരൊക്കെ പറയുന്നത് ശരിയാക്കി തരാം എന്നാണ് പറയുന്നത്. അങ്ങനെ ശരിയാക്കാത്ത സാഹചര്യം ഉണ്ടായപ്പം ഞങ്ങളൊരു സമരം ആരംഭിച്ചു. ആ സമരത്തിന് ഭാഗമായി ഒരു പെട്ടിയാപ്പയ്ക്ക് മണൽ കൊണ്ടിറക്കി അപ്പുറത്ത് കൊണ്ടിട്ടിട്ട് ഞങ്ങളുടെ ഈ പ്രദേശവാസികളുടെ കണ്ണടയ്ക്കുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് ഈ പ്രദേശവാസികൾ ഏതാണ്ട് അടങ്ങിയിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് പോലെ മെമ്പർക്ക് തോന്നിയിട്ടായിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത രീതിയിലേക്കുള്ള സമരം മാറ്റുവാണ്. ഇതും കൊണ്ടും നടന്നില്ലെങ്കിൽ ഇതിലും വലിയ പ്രക്ഷോഭം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന് ഈ പ്രദേശവാസികൾക്ക് വേണ്ടി ഞാൻ പറയും. ഈ റോഡ് കോളനി റോഡായതിനാലാണ് അധികൃതർ അവഗണിക്കുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഈ പ്രതിഷേധം ഞങ്ങൾക്ക് അനിവാര്യമാണെന്ന്. കാരണം ഞങ്ങൾ തെളിവ് സഹിതം കാണിച്ചിരിക്കുക ഈ റോഡിൻ്റെ അവസ്ഥ. കാരണം 7 കൊല്ലമായി ഈ റോഡൊന്ന് മെയിനും ചെയ്തിട്ട്. ഇത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വഴക്കുണ്ടാക്കി മേടിച്ച ഒരു റോഡാണിത്. ഒരുപാട് ആൾക്കാർക്ക് തല്ലും കിട്ടിയിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്കൂൾ കുട്ടികൾ മാത്രം നിരന്തരം വീണുകൊണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനും വൈഫും പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ വീണു. ഈ കഴിഞ്ഞിടയ്ക്ക് എൻ്റെ ചേട്ടൻ്റെ മകൻ വീണു, അവൻ്റെ അസ്ഥിക്ക് പൊട്ടലുണ്ടായി. അങ്ങനെ ഒരുപാട് എന്നും കുറേ ആൾക്കാർ വീണിട്ട് പറയാതെ പോകുന്നു. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ഈ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ഇനിയിപ്പം അടുത്ത കാലവർഷം വരികയാണ്, ഒരു കാരണവശാലും ഇതിലൂടെ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഓട്ടോക്കാരാണെങ്കിൽ തൊപ്പിപ്പാളന്ന് കോളനി വരെ പോകുന്നതിന് ഏതാണ്ട് 30-40 രൂപയേ ഉള്ളൂ. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെന്നാൽ എങ്ങനെ പോകും? 300 രൂപ ആകും വണ്ടിക്ക് പണിക്കൂലി തന്നെ. അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് വരാൻ മടിക്കരുത്. ആ പള്ളിയുടെ അവിടെ വരെ വണ്ടി വരുന്നു. മുമ്പ് ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി പാറപ്പൊടി ഇറക്കി തങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടതായും നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡ് വെട്ടി ഞങ്ങൾ എല്ലാവരും കൂടി നാട്ടുകാരും എല്ലാവരും കൂടി സഹകരിച്ച് റോഡ് വെട്ടിയതാണ്. അതിന് മുമ്പോട്ട് തന്നെ നല്ല രീതിക്ക് എല്ലാവരും ഈ ഇത് കണ്ട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് റോഡ് മുമ്പോട്ട് വെട്ടി തരണമെന്നാണ്. നല്ല പോലെ ടാറിട്ട് ഞങ്ങൾക്ക് ഗതാഗത യോഗ്യമാക്കി തരണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഈ സമരം കൊണ്ടും റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് നാട്ടുകാർ. പ്രദേശത്തെ 50ഓളം കുടുംബങ്ങൾ സമരത്തിൽ പങ്കെടുത്തു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിര നിയമനം ലഭിച്ച 313 അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന് പരാതി. 1 വർഷം മുതൽ 7 വർഷം വരെ ജോലി ചെയ്യുന്ന അധ്യാപകർക്കാണ് ശമ്പളം ലഭിക്കാത്തതെന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു. സ്ഥാനക്കയറ്റം, സ്ഥലമാറ്റം എന്നിവയ്ക്ക് മുൻപ് ശമ്പളം ലഭിച്ചിരുന്ന അധ്യാപകരാണ് ഇവരിലധികവും. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ കെടുകാര്യസ്ഥതയാണ് അധ്യാപകർക്ക് വിനയായതെന്നാണ് ആരോപണം. അതിനിടെ ശമ്പളം ലഭിക്കുന്ന അധ്യാപകർക്ക് PF, ലോൺ ഉൾപ്പെടെ അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ യഥാസമയം നൽകുന്നില്ലെന്നും പരാതിയുണ്ട്. നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമായതെന്ന് പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരി പറഞ്ഞു. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ല ഡി ഓഫീസിന് കീഴിൽ ഏതാണ്ട് 500ഓളം അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളമില്ല. ഞാൻ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ടപ്പോൾ 318ഓളം അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ലെന്നാണ് വിവരാവകാശത്തിൽ അറിയാൻ കഴിയുന്നത്. പല ചോദ്യങ്ങൾക്കും അപൂർണമായ ഉത്തരവാണ് ഡി ഓഫീസിൽ നിന്നത്. അതുകൊണ്ട് ഞാൻ അതിന് അപ്പീലും കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 7 വർഷം വരെ 1 രൂപ പോലും ശമ്പളമില്ലാതെ ഈ പാവം പിടിച്ച അധ്യാപകർ ഇത്രയും പഠിച്ചു വന്നിട്ട് ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയാണ്.
ഈ സമീപ DEO ഓഫീസുകളിലെല്ലാം തന്നെ പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്, എല്ലാവർക്കും ശമ്പളം കിട്ടുന്നുമുണ്ട്. കട്ടപ്പന DEO ഓഫീസിൽ മാത്രമാണ് നടക്കാത്തത്. അതായത് 4-5 ദിവസം സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ട് ശനിയും ഞായറും അല്ലെങ്കിൽ മറ്റ് അവധി ദിവസങ്ങളിലൊക്കെ കൂലിപ്പണിക്ക് പോകുന്ന അധ്യാപകരെ എനിക്ക് നേരിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഒരു നിരാശയോടെ ഞാനിത് ആവശ്യപ്പെട്ടത്. ഇത്രയധികം അധ്യാപകർ ശമ്പളമില്ലാതെ ചെയ്യുന്നത് കട്ടപ്പന DEO ഓഫീസിന് കീഴിൽ മാത്രമേ ഉള്ളൂ. അത് ചില അധ്യാപകർ ശമ്പളമായിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് അവിടെ സ്റ്റാഫില്ലെന്നൊക്കെയാണ് പറയുന്നത്. DEO ഓഫീസിൽ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ഇത് ഈ പാവപ്പെട്ട അധ്യാപകരുടെ ശമ്പളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു തീരുമാനം നമ്മുടെ സർക്കാർ എടുത്തേ ഉള്ളൂ. ശമ്പളം കിട്ടാത്തതിനാൽ കുടുംബം പോറ്റാൻ അവധി ദിവസം കൂലിപ്പണിക്ക് പോകുന്ന അധ്യാപകരുണ്ടെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു. പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഭയന്ന് ഇക്കാര്യം പുറത്തു പറയുകയോ പ്രതിഷേധിക്കുകയോ ചെയ്യാൻ അധ്യാപകർ മടിക്കുകയാണ്. അധ്യാപകർക്ക് ശമ്പളം നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്നും മറുപടിയിൽ പറയുന്നു. എന്നാൽ നടപടി എന്ന് തീർപ്പാക്കുമെന്ന ചോദ്യത്തിന് ബാധകമല്ല എന്ന മറുപടിയാണ് ലഭിച്ചിരിക്കുന്നത്. തൃപ്തികരമല്ലാത്ത മറുപടിയിൽ വ്യക്തത തേടി മേലധികാരിക്ക് അപ്പീൽ നൽകിയതായി ബാബു മേച്ചേരി അറിയിച്ചു. ലഹരിക്കടത്തു സംഘത്തിലെ പ്രധാനി വണ്ടൻമേട് പോലീസിന്റെ പിടിയിൽ. മുരിക്കാശ്ശേരി സ്വദേശി പുളപ്പുകല്ലുങ്കൽ സന്തോഷാണ് 2 കിലോ കഞ്ചാവുമായി പിടിയിലായത്. ഇയാൾ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹൈറേഞ്ചിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ കഞ്ചാവ് എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തി വന്നിരുന്ന സന്തോഷാണ് പിടിയിലായത്. വണ്ടൻമേട്ടിലും പരിസര പ്രദേശങ്ങളിലും സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർക്ക് ഇയാൾ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന വ്യാപകമായ പരാതി ഉയർന്നിരുന്നു. ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് IPSന്റെ നിർദ്ദേശാനുസരണം നാളുകളായി പോലീസ് വാഹന പരിശോധനയും സംശയമുള്ള ആളുകളെയും നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കട്ടപ്പന DYSP PV ബേബിയുടെ മേൽനോട്ടത്തിൽ വണ്ടൻമേട് സർക്കിൾ ഇൻസ്പെക്ടർ ഷൈൻകുമാർ, SIമാരായ എബി പി ജോർജ്, വിനോദ് കുമാർ, SCPOമാരായ പ്രശാന്ത് K മാത്യു, സതീഷ്, വിനീഷ് TV, റിജോമോൻ എന്നിവർ ചേർന്നാണ് സന്തോഷിനെ കസ്റ്റഡിയിലെടുത്തത്. 2 കിലോ കഞ്ചാവും ഇത് കടത്താൻ ഉപയോഗിച്ച സ്വിഫ്റ്റ് ഡിസയർ കാറും പോലീസ് പിടികൂടി. പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കൂടുതൽ ആളുകൾ ഇയാളെ കഞ്ചാവ് കടത്താൻ സഹായിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി കൂടുതലായി അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. വണ്ടിപ്പെരിയാർ കറുപ്പുപാലം HPCയിൽ കോൺഗ്രസ് പ്രവർത്തകർ നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പൊളിച്ചു നീക്കിയതിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പൊളിച്ചു നീക്കിയ വഴിയോര വിശ്രമ കേന്ദ്രം പുനർനിർമ്മിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കളും പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു വണ്ടിപ്പെരിയാർ കറുപ്പുപാലം HPCക്ക് മുൻപിൽ PT തോമസിന്റെയും UH സിദ്ദിഖിന്റെയും പേരിൽ നിർമ്മിച്ചിരുന്ന വഴിയോര വിശ്രമ കേന്ദ്രം പൊളിച്ചു നീക്കിയത്. സംഭവത്തിൽ DCC പ്രസിഡന്റ് CP മാത്യു അടക്കം പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇതോടെയാണ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് പോലീസ് കേസെടുത്തതായി മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ സഹിതം ഒരു 10ഓളം പേര് വരുന്നവരെ ആ ഓഫീസ് അടിച്ചു തകർക്കുകയും അത് പൊളിച്ച് നാശമാക്കുകയും ചെയ്തു. അതിനെതിരെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പാമനാർ തൊട്ട് വരുവാണെങ്കിൽ എല്ലാ റോഡിന് മേളിലിരിക്കുന്ന ഓഫീസുകളാണ്, കൊടിമരങ്ങൾ വെളിയിലായിരിക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കി ഇതെല്ലാം പൊളിച്ചു കളയണ്ടേ? ഇങ്ങനെ പൊളിക്കാൻ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. ഇത് ആരുടെയും സ്വത്തല്ല. ഈ പുറമ്പാക്കാന്ന് പറഞ്ഞാലും ഒരു പാർട്ടിക്കാരൻ അവിടെ കയറി ഓഫീസ് വെക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇത് പൊളിക്കാൻ നിയമപരമായിട്ട് പൊളിക്കുന്നവർ പൊളിച്ചോട്ടെ. മെമ്പർക്ക് പൊളിക്കാനുള്ള അവകാശം ഇതിനകത്തില്ല. സംഭവത്തിൽ 10 പേർക്കെതിരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ ഗ്രാമപഞ്ചായത്ത് അംഗമടക്കം 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൊളിച്ചു നീക്കിയ വഴിയോര വിശ്രമ കേന്ദ്രം പുനർനിർമ്മിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ നിർമ്മൽ എഴുതിയ കവിതാ സമാഹാരമായ രാഗം പ്രകാശനം ചെയ്തു. പ്രശസ്ത എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ആന്റണി മുനിയറ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. യോഗം മുൻ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. തിരക്ക് പിടിച്ച ജീവിതയാത്രകളിൽ വീണ് കിട്ടിയ സമയങ്ങളിൽ എഴുതിവെച്ച കവിതകളാണ് സമാഹാരമായി പ്രസിദ്ധീകരിച്ചത്. കൈപ്പട പബ്ലിക്കേഷനാണ് കവിതാ സമാഹാരം പുറത്തിറക്കിയത്. 27 കവിതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് മുൻ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ ഞാനിപ്പോൾ നോക്കുമായിരുന്നു, ആശ 18 വർഷക്കാലം നോട്ട് ബുക്കുകളിൽ കുറിച്ചു വെച്ച ആശയുടെ കവിതകളാണ് ഇപ്പോൾ രാഗം എന്ന ഈ കവിതാ സമാഹാരമായി പുറത്തിറങ്ങുന്നത്. അപ്പോൾ ആശ 18 വർഷം കൊണ്ട് കുറിച്ച് വെക്കാൻ തുടങ്ങിയതിനുമൊക്കെ ഒത്തിരി മുമ്പേ കോളേജിൽ പോവുകയും ഈ കഥയും കവിതയും ഒക്കെ എഴുതണമെന്ന് ആഗ്രഹിക്കുകയൊക്കെ ചെയ്ത തലമുറയിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ അന്ന് കഥയും കവിതയും ഒക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
വള്ളുവനാടൻ ഭാഷയിലോ അതല്ലെങ്കിൽ നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തമായ മധുസൂദനൻ നായർക്ക് എഴുതുന്ന ആ കവിത രീതിയിലോ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇടുക്കിക്കാരനൊരു കഥയോ കവിതയോ എഴുതാൻ ധൈര്യമില്ലാത്ത ഒരു കാലമായിരുന്നു. അതിലുള്ള അനുഭവം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അത് എഴുതാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം അതല്ല. ഇപ്പോൾ നമ്മളുടെ മുതിർന്ന എഴുത്തുകാരനായിട്ടുള്ള കാഞ്ചിയാർ രാജൻ സാർ തുടങ്ങി പുതിയ തലമുറയിലെ കുട്ടികൾ വരെ, ഇപ്പോൾ ഞാൻ നമ്മുടെ ONB പുരസ്കാരം വാങ്ങിച്ച നമ്മുടെ പ്രിയപ്പെട്ട രാജി കൊച്ചനെ ചെത്തി വിളിയുണ്ട്. അപ്പം അങ്ങനെയുള്ള എല്ലാവരും നമ്മളുടെ ഇടയിൽ സജീവമായി ഈ കഥാ സാഹിത്യ രചനകളുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ. പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ ആന്റണി മുനിയറ പുസ്തക പ്രകാശനം നിർവഹിച്ചു. കേരള സാഹിത്യ അക്കാദമി അംഗം മോബിൻ മോഹൻ പുസ്തകം ഏറ്റുവാങ്ങി. യുവ കവയിത്രി രാഖി ആർ ആചാരി പുസ്തക പരിചയം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ്, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ്, അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. ദർശന സെക്രട്ടറി അഡ്വക്കേറ്റ് VS ദീപു അധ്യക്ഷനായിരുന്നു. കട്ടപ്പന ദർശനയുടെ ആഭിമുഖ്യത്തിലാണ് പുസ്തക പ്രകാശനം സംഘടിപ്പിച്ചത്. സാമൂഹ്യ പശ്ചാത്തലവും പ്രണയവും സ്ത്രീ സ്വാതന്ത്ര്യവുമെല്ലാം പ്രമേയമാക്കിയാണ് കവിതാ സമാഹാരം പുറത്തിറക്കിയിരിക്കുന്നത്. സ്കൂൾ കാലഘട്ടം മുതൽ ആശാ നിർമ്മൽ എഴുതിയ കവിതകളിൽ ചിലത് മാത്രമാണ് കവിതാ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരൻ MPയും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് കട്ടപ്പനയിൽ നൽകുന്ന സ്വീകരണ പരിപാടിയുടെ വിജയത്തിനായുള്ള വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ യോഗം നടന്നു. കോൺഗ്രസ് പീരുമേട് ബ്ലോക്ക് പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയും വിലക്കയറ്റം, അഴിമതി, ധൂർത്ത്, ക്രമസമാധാന തകർച്ച എന്നിവയ്ക്കെതിരെയും KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നയിക്കുന്ന സമരാഗ്നി പ്രക്ഷോഭയാത്രയ്ക്ക് ഫെബ്രുവരി 21-നാണ് കട്ടപ്പനയിൽ സ്വീകരണം നൽകുന്നത്. സ്വീകരണത്തിന്റെ വിജയത്തിനായുള്ള യോഗമാണ് കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്നത്. വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് രാജൻ കൊഴുവൻമാക്കൽ അധ്യക്ഷനായിരുന്നു. പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റോബിൻ കാരക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ സബ്സിഡിയുള്ള ഒരു സാധനം അവിടെ ഇല്ല. വിലവർദ്ധനവിന് വേണ്ടി സാധാരണ ആളുകൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ആകെ ഉള്ളൊരു മാർഗം എന്ന് പറഞ്ഞാൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റാണ്. ആ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ സബ്സിഡിയുള്ള 13 ഐറ്റം സാധനമുണ്ട്. ഒരു ഐറ്റം സാധനം പോലും അവിടെ നിലവിലില്ല. സാധനങ്ങൾക്കെല്ലാം വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡീസലിന് അധികമായിട്ട് 2 രൂപ 50 പൈസ നമ്മുടെ അടുത്ത് സർക്കാർ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈടാക്കിയിട്ടും പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. നമുക്കെല്ലാവർക്കും ഗ്യാസിന് സബ്സിഡി കിട്ടിക്കൊണ്ടിരുന്നതാണ്. ആ ഗ്യാസിൻ്റെ സബ്സിഡിയൊക്കെ കിട്ടിയിട്ട് വർഷങ്ങളായി. 980 രൂപ 1000 രൂപ കൊടുക്കണം ഒരു ലിറ്റർ ഗ്യാസ് എടുക്കാൻ. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഒക്കെ സാധാരണ ആളുകളെ ദ്രോഹിക്കുന്ന കാര്യത്തിൽ, ഉപദ്രവിക്കുന്ന കാര്യത്തിൽ ഒക്കെ പരസ്പരം മത്സരിച്ചുകൊണ്ട് പോവുകയാണ്. ഇതിനൊക്കെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം നമുക്ക് ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് പാർട്ടി നിരന്തരമായി ഇത്തരത്തിൽ പരിപാടി വിട്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് വണ്ടിപ്പെരിയാർ വാളാടി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ബാബു ആന്റപ്പൻ അധ്യക്ഷനായിരുന്നു. DCC ജനറൽ സെക്രട്ടറിമാരായ PA അബ്ദുൾ റഷീദ്, R ഗണേശൻ, DCC അംഗം ഷിബു M തോമസ്, നേതാക്കളായ M ഉദയസൂര്യൻ, KA സിദ്ദിഖ്, ബാബു VC, ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു. PRDS യുവജന സംഘം കിഴക്കൻ സോണലിന്റെ നേതൃത്വത്തിൽ ശ്രീ കുമാര ഗുരുദേവന്റെ 146ാമത് ജന്മദിന സന്ദേശയാത്രയുടെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു. കാഞ്ചിയാർ കോവിൽമല മുരിക്കാട്ടുകുടിയിൽ സംഘടിപ്പിച്ച സമാപന യോഗം ആദിയാർപുരം മേഖലാ ഉപദേഷ്ടാവ് S ജ്ഞാനസുന്ദരൻ ഉദ്ഘാടനം ചെയ്തു. പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ നവോത്ഥാന നായകരിൽ ഒരാളാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. കേരളത്തിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ദളിത് പ്രവർത്തകനും ഭാരതത്തിൽ ഉത്ഭവിച്ച പ്രത്യക്ഷരക്ഷാ ദൈവസഭയുടെ സ്ഥാപകനുമായിരുന്ന പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവന്റെ 146ാമത് ജന്മദിന മഹോത്സവത്തോടനുബന്ധിച്ചാണ് PRDS യുവജന സംഘം കിഴക്കൻ സോണലിന്റെ ആഭിമുഖ്യത്തിൽ ജന്മദിന സന്ദേശയാത്ര നടത്തിവരുന്നത്. ബാലൻപിള്ള സിറ്റിയിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര വിവിധ മേഖലകളിലെ സ്വീകരണം ഏറ്റുവാങ്ങി മുരിക്കാട്ടുകുടിയിൽ സമാപിച്ചു. സമാപന യോഗം ആദിയാർപുരം മേഖലാ ഉപദേഷ്ടാവ് F ജ്ഞാനസുന്ദരം ഉദ്ഘാടനം ചെയ്തു. SNDPയുടെ വലിയ സാമൂഹിക രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് SNDP ലോകമറിയുന്ന പ്രസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യക്ഷ രക്ഷാ ദിവസഭയെ സംബന്ധിച്ചോളം ഇതിന്റെ അടിസ്ഥാനമായ വിശ്വാസം ജാതിരാഹിത്യമാണ്. ജാതിരഹിതമായ ഒരു പ്രസ്ഥാനമാണ് പ്രത്യക്ഷ രക്ഷാ ദിവസഭ. ഇന്ന് പ്രത്യക്ഷ രക്ഷാ ദിവസഭയിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ
3 ലക്ഷത്തിലധികം ജനങ്ങൾ ഇതിന്റെ വിശ്വാസികളായി ഗുരുദേവനെ ദൈവമായി വിശ്വസിക്കുന്ന ഈ 3 ലക്ഷം പേരും സർക്കാരിന്റെ പേരിൽ SC/ST എന്നറിയപ്പെടുന്ന പട്ടികജാതി പട്ടികവർഗം എന്നറിയപ്പെടുന്ന 30-ലധികം ജാതിക്കാർ പ്രത്യക്ഷ രക്ഷാ ദിവസയുടെ അംഗങ്ങളായി പരസ്പരം വിവാഹം ചെയ്യുകയും പന്തിഭോജനം കഴിക്കുകയും മുരിക്കാട്ടുകുടി പോലെയുള്ള ആരാധനാ മന്ദിരങ്ങളിൽ ചേർന്നിരുന്ന് ഗുരുദേവനെ സ്തുതിച്ചു പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിൽ ഇതുപോലെ ജാതിരഹിത പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ പരസ്പരം വിവാഹം കഴിക്കുക, പന്തിഭോജനം നടത്തുക എന്നത് ഈ ലോകത്താദ്യമായി പ്രാവർത്തികമാക്കിയത് പ്രത്യക്ഷ രക്ഷാ ദിവസമാണ്. സമാപന സമ്മേളനത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റ് മുഖ്യ അതിഥിയായിരുന്നു. സമ്മേളനത്തിൽ PRDS മുരിക്കാട്ടുകുടി ശാഖ ഉപദേഷ്ടാവ് KP സുരേന്ദ്രൻ, ശാഖാ സെക്രട്ടറി ജയദേവൻ KS, യുവജന സംഘം കേന്ദ്ര സമിതി അംഗം രതീഷ് ശാന്തിപുരം, ഉപദേഷ്ടാക്കന്മാരായ ശശികുമാർ തോവാള, ബാബു കട്ടപ്പന, മനീഷ് മുത്തമ്പടി എന്നിവർ സംസാരിച്ചു. JCI വണ്ടൻമേട് പുറ്റടി സ്പൈസ് ഹിൽസിന്റെ ഈ വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രവർത്തനോദ്ഘാടനവും നടന്നു. JCI സോൺ പ്രസിഡന്റ് അഷ്റഫ് ഷെരീഫ് വിശിഷ്ട അതിഥിയായിരുന്നു. പുറ്റടി സ്പൈസസ് പാർക്ക് ഓഡിറ്റോറിയത്തിൽ വച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങും പ്രവർത്തനോദ്ഘാടനവും നടന്നത്. ആൽബിൻ വർഗീസ് പ്രസിഡന്റായി ചുമതലയേറ്റ യോഗത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു. JCI സോൺ പ്രസിഡന്റ് അഷ്റഫ് ഷെരീഫ് വിശിഷ്ട അതിഥിയായിരുന്നു. ഈ ഒരു പ്രസ്ഥാനം ഇങ്ങനെ പല രീതിയിൽ പല ക്രൈസിസും കാര്യങ്ങളിലൊക്കെ പോയതിനു ശേഷം ഇന്നിവിടെ ഇത്രയും പാർട്ടിസിപ്പേഷനോടുകൂടി ഈ ഇൻസ്റ്റലേഷൻ നടക്കുമ്പോൾ ഏറ്റവും അതിൻ്റെ ഒരു കാരണക്കാരൻ എന്ന് പറയാൻ നമുക്ക് നേതാവായിട്ട് കാണിക്കാൻ പറ്റുന്നത് നിതിൻ തോമസിനെയാണ്. എ ബിഗ് appreciation to Nitin Thomas for taking up the non-organization Puttadi Spice Hills till. കഴിഞ്ഞ വർഷം JCI സംഘടിപ്പിച്ച വിവിധ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത അംഗങ്ങളെ ചടങ്ങിൽ അനുമോദിച്ചു. കൂടാതെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ചേറ്റുകുഴി ഗ്രേസ് റിഹാബിലിറ്റേഷൻ സെന്റർ ഡയറക്ടർ പാസ്റ്റർ CK കുര്യന് അവാർഡ് നൽകി. ചടങ്ങിൽ ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ച സോഫ കം ബെഡ് എന്ന നോവലിന്റെ രചയിതാവ് മഹേഷ് കയ്യാലത്തിന് JCI അവാർഡ് ഓഫ് എക്സലൻസ് സമ്മാനിക്കുകയും ചെയ്തു. യോഗത്തിൽ JCI അംഗങ്ങൾ കുടുംബസമേതം പങ്കെടുത്തു. ശ്യാംകുമാർ, ടോം T സെബാസ്റ്റ്യൻ, അശ്വിൻ അഗസ്റ്റിൻ, ജായു പ്രകാശ്, ജിജി തോമസ്, സോവിൻ അക്കിലേട്ട, ഷെനോജ് TD തുടങ്ങിയവർ സംസാരിച്ചു. അരവിന്ദ് കൃഷ്ണൻ ചെട്ടിയാർ, വിൻസ് ജോസഫ്, മാർട്ടിൻ ഐസക്, ജോൺ KJ, ജസ്റ്റിൻ ജോസഫ്, നിതിൻ S തോമസ്, ലിജോ ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. JCI കട്ടപ്പന ടൗണിന്റെ നേതൃത്വത്തിൽ മയോപ്പിയ ബോധവൽക്കരണ യജ്ഞത്തിന്റെ 2ാം ഘട്ടം നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. JCI കട്ടപ്പന ടൗണും ന്യൂ വിഷൻ ഐ ഹോസ്പിറ്റൽ മുണ്ടക്കയവുമായി സഹകരിച്ചാണ് കട്ടപ്പനയിലെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച മയോപ്പിയ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ 2ാം ഘട്ടമാണ് നടന്നത്. കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് കിട്ടുന്ന അതേ പ്രതിഫലം മറ്റുള്ളവർക്ക് കൂടി നമ്മൾ കൊടുക്കാൻ സന്നദ്ധരാണ്. നമുക്ക് ഇത് ഒരാൾ പറഞ്ഞു തന്നെയാണ്, ഒരാൾ പറഞ്ഞ് അറിയിച്ച് രജിസ്റ്റർ ചെയ്താണ് നമ്മൾ ഇങ്ങനെ പല പല കാര്യങ്ങളിൽ കയറിയത്. ഇപ്പം നിങ്ങൾക്ക് ഓരോ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്. ഇപ്പം കണ്ണ് കാണാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങൾക്ക്, മൊത്തം കാണാൻ പാടില്ലാത്തവരെന്ന് ഞാൻ ഒരിക്കലും പറയും, ചെറിയ തോതിൽ ഇതുപോലെ വേദന അനുഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുള്ള അനേകം കുഞ്ഞുങ്ങൾ, അനേകം മക്കൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. നമ്മളാരും എല്ലാവരും അറിഞ്ഞെന്ന് വരില്ല. പക്ഷെ നമ്മൾ അറിയുമ്പോൾ നമ്മളുടെ കടമ തന്നെയാണ് മറ്റുള്ളവരെ കൂടി അറിയിക്കുക എന്നുള്ളത്. കോവിഡ് കാലഘട്ടത്തിന് ശേഷം കുട്ടികളിൽ നേത്രപ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ ക്ലാസുകളുടെയും സോഷ്യൽ മീഡിയയുടെയും കടന്നുകയറ്റം ഒരു പരിധിവരെ ഹ്രസ്വദൃഷ്ടി എന്ന നേത്രരോഗത്തിന് കാരണമായെന്നാണ് കണ്ടെത്തൽ. ഇതേ തുടർന്നാണ് മയോപ്പിയ രോഗബോധവൽക്കരണ പരിപാടിയും ചികിത്സയും സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ആദ്യഘട്ടമായി
ജനുവരി 8, 9 തീയതികളിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിലായി 3900 കുട്ടികളിൽ നേത്രപരിശോധന നടത്തിയിരുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കുമായി രണ്ടാം ഘട്ടമായി നടത്തിയ പരിപാടിയിൽ രോഗത്തെ അപകടകരമല്ലാത്ത രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം, ജീവിതശൈലി ക്രമപ്പെടുത്തുന്നത് വഴി രോഗത്തെ എങ്ങനെ അകറ്റി നിർത്താം തുടങ്ങിയ കാര്യങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു, JCI കട്ടപ്പന ടൗൺ പ്രസിഡന്റ് ആദർശ് കുര്യൻ, ജോജോ കുമ്പളന്താനം എന്നിവർ സംസാരിച്ചു. പെരിയാർ എസ്റ്റേറ്റ് 9-ാം നമ്പർ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് തുറന്നു നൽകി. MP ഫണ്ടിൽ നിന്ന് 7 ലക്ഷവും ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ SC വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷവും മുടക്കിയാണ് 252 മീറ്റർ പാത കോൺക്രീറ്റ് ചെയ്തത്. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത് പാത ജനങ്ങൾക്കായി തുറന്നു നൽകി. വർഷങ്ങളായി തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി തീർന്നിരുന്ന പെരിയാർ എസ്റ്റേറ്റ് 9-ാം നമ്പർ നിവാസികളുടെ യാത്രാ ദുരിതത്തിനാണ് പരിഹാരമായത്. റോഡ് തകർന്നതുമൂലം പ്രദേശത്തെ 14ഓളം കുടുംബങ്ങൾ ഏറെ ദുരിതത്തിലായിരുന്നു. ഇതോടെ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ SC വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും MP ഡീൻ കുര്യാക്കോസ് 7 ലക്ഷം രൂപ കൂടി അനുവദിച്ചാണ് റോഡിന്റെ 252 മീറ്റർ ഭാഗം കോൺക്രീറ്റ് ചെയ്തത്. റോഡിന്റെ ഉദ്ഘാടന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ് അധ്യക്ഷയായിരുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി. പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ സുഗമമായി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം നമ്മൾ ഒരുക്കി. റോഡിൻ്റെ ഫണ്ട് അനുവദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ റോഡിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം വളരെയധികം അതിനുവേണ്ടി പരിശ്രമിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇത് SC ഫണ്ടായതുകൊണ്ട് SC ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങണമായിരുന്നു. അത് കിട്ടുന്നതിനൊക്കെ വളരെ പ്രയാസമുണ്ടായിരുന്നു. മെമ്പറും മഹേഷും കൂടി നിരന്തരമായി ഇടപെട്ടിട്ടാണ് അത് ലഭിച്ചത്. അതുപോലെ തന്നെ കമ്പനിയുടെ NOC വാങ്ങുന്നതിന് ബഹുമാനപ്പെട്ട യൂണിയൻ്റെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയുണ്ടായി. എല്ലാവർക്കും വളരെയധികം ഗുണം ഈ റോഡ് കൊണ്ട് ഉണ്ടായിരിക്കുകയാണ്. റോഡ് നിർമ്മാണ കമ്മിറ്റി കൺവീനർ ഷൺമുഖം, M മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ സിക്സർ അടിച്ച് മുന്നേറാമെന്ന മുദ്രാവാക്യമുയർത്തി ഉപ്പുതറ വളകോട് മുത്തമ്പടിയിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. ഒമേഗ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് നടന്നത്. മത്സരത്തിൽ 8 ടീമുകൾ പങ്കെടുത്തു. യുവസമൂഹത്തെ ലഹരിയുടെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധങ്ങളായ കായിക മത്സരങ്ങളാണ് നടന്നുവരുന്നത്. ഇതോടൊപ്പം അവധിക്കാലത്തിന്റെ വരവ് അറിയിച്ചുകൊണ്ടാണ് വളകോട് മുത്തമ്പടിയിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ലഹരിക്കെതിരെ സിക്സർ അടിച്ച് മുന്നേറാമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ഒമേഗ ക്രിക്കറ്റ് ക്ലബ് ടൂർണമെന്റ് നടത്തിയത്. ലഹരിക്കൊപ്പം മൊബൈൽ ഫോണുകളുടെ അമിത ഉപയോഗം കുട്ടികളിലെയും യുവജനങ്ങളിലെയും കായികക്ഷമതയെ പ്രതികൂലമായി ബാധിച്ചു. വളർന്നു വരുന്ന സമൂഹത്തെയും ഈ സ്ഥിതിഗതികൾ വലിയ വിപത്തിലേക്ക് എത്തിക്കും. കായിക മത്സരങ്ങൾ കൊണ്ട് വിപത്തിനെ അകറ്റി നിർത്തുക എന്ന സന്ദേശമുയർത്തിയാണ് ടൂർണമെന്റ് നടന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 8 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. ഇന്ന് മാത്രമല്ല, ഈ മുന്നോട്ടും ഒരു ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികൾ ഫോണിന് അഡിക്റ്റായി പോകുന്നതുകൊണ്ടാണ് ലഹരിക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. കളികളിലൂടെ മാത്രമേ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആവേശോജ്വലമായ മത്സരം കാണാൻ നിരവധിയായ കായിക പ്രേമികളും എത്തിയിരുന്നു. വരും ദിവസങ്ങളിലും അവധിക്കാലത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാനാണ് ക്ലബ് ഭാരവാഹികളുടെ തീരുമാനം. ഒപ്പം ലഹരിക്കെതിരെ പോരാടാൻ കൊച്ചുകുട്ടികളെ അണിനിരത്തിയുള്ള വിവിധ കായിക മത്സരങ്ങൾ നടത്തുവാനും ക്ലബ്ബ് ലക്ഷ്യം വെക്കുന്നുണ്ട്. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടന്നു. പള്ളിയങ്കണത്തിൽ നിന്നും ടൗൺ കപ്പേളയിലേക്കാണ് പ്രദക്ഷിണം നടന്നത്. ഇടവകയിലെ മുഴുവൻ വിശ്വാസികളും പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. താളമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി. വിവിധ കുടുംബ കൂട്ടായ്മകൾ ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ മുത്തുക്കുടയും വിവിധ വർണ്ണങ്ങളിലുള്ള കുടകളും ഏന്തിയാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. ഇടവക വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രദക്ഷിണം തിരികെ പള്ളിയിലെത്തിയതോടെ ആകാശവിസ്മയവും നടന്നു.
മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദി സാൽവേഷൻ ആർമി വണ്ടിപ്പെരിയാർ ഡൈമുക്ക് ദേവാലയത്തിന്റെ 27ാമത് വാർഷികാഘോഷം നടന്നു. ഇതോടൊപ്പം സൺഡേ സ്കൂൾ യൂത്ത് കുട്ടികളുടെ ആനിവേഴ്സറിയും സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ ഡൈമുക്ക് കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 27 വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ദി സാൽവേഷൻ ആർമി ദേവാലയത്തിന്റെ 27ാമത് വാർഷികാഘോഷവും സൺഡേ സ്കൂൾ ആൻഡ് യൂത്ത് കുട്ടികളുടെ ആനിവേഴ്സറിയുമാണ് ദേവാലയത്തിൽ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ദേവാലയത്തിന്റെ കീഴിലുള്ള 60ഓളം കുടുംബങ്ങളിൽ നിന്നും മുഴുവൻ അംഗങ്ങളും പരിപാടികളിൽ പങ്കെടുത്തു. വാർഷികാഘോഷങ്ങളോടനുബന്ധിച്ച് സൺഡേ സ്കൂൾ യൂത്ത് കുട്ടികളുടെ ആഭിമുഖ്യത്തിൽ വിവിധ കലാപരിപാടികളും കലാവിരുന്നും നടന്നു. ഇതോടൊപ്പം SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും വിവിധ മത്സരങ്ങളിൽ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ സമ്മാനം നേടിയ കുട്ടികളെയും മൊമെന്റോ നൽകി അനുമോദിച്ചു. പരിപാടികൾക്ക് സാൽവേഷൻ ആർമി ചർച്ച് സഭാപുരോഹിതൻ സുജോയ് ഗബ്രിയേൽ, യുവജന ഡയറക്ടർ രഞ്ജിത്ത് ഇ എന്നിവർ നേതൃത്വം നൽകി. വാഗമൺ പുള്ളിക്കാനം കാഞ്ഞാർ പാതയിൽ കല്ലിക്കൽ വ്യൂ പോയിന്റ് മാലിന്യത്താൽ നിറയുന്നു. പാതയിലെ മനോഹരമായ വ്യൂ പോയിന്റാണിത്. ഇതിനാൽ വാഹനയാത്രികർ സമയം ചിലവിടാൻ ഇവിടമാണ് പ്രധാനമായും തിരഞ്ഞെടുക്കുന്നത്. വാഗമൺ പുള്ളിക്കാനം കാഞ്ഞാർ റോഡിലെ പ്രധാന വ്യൂ പോയിന്റാണ് കല്ലിക്കൽ വ്യൂ പോയിന്റ്. വാഗമണിലേക്ക് എത്തുന്ന നിരവധി സഞ്ചാരികൾ തിരഞ്ഞെടുക്കുന്ന പ്രധാന പാതയിലാണ് വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ മൂലമറ്റത്തിന്റെയും പവർ ഹൗസിന്റെയും അടക്കം അകല കാഴ്ചകൾ അതിമനോഹരമായി ആസ്വദിക്കാനാകും. എന്നാൽ പ്രദേശത്ത് മാലിന്യം ദിനംപ്രതി കുമിഞ്ഞു കൂടുകയാണ്. ഇത് പ്രദേശത്തിന്റെ മനോഹാരിതയെയും ബാധിച്ചു. സഞ്ചാരികൾ നിക്ഷേപിക്കുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളും പുറത്തുനിന്നും മറ്റും ആളുകൾ കൊണ്ടുവന്നിരുന്നതുമായ മാലിന്യങ്ങളാണ് ഇവിടെ കുമിഞ്ഞു കൂടുന്നത്. വലിയ തോതിൽ മാലിന്യ നിക്ഷേപം നടക്കുന്നതുകൊണ്ട് തന്നെ ദുർഗന്ധവും വമിക്കുന്നുണ്ട്. മാലിന്യങ്ങൾ തിരുവനായ്ക്കൾ റോഡിലൂടെ വലിച്ചിഴിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. ആളൊഴിഞ്ഞ പ്രദേശമായത് മറയാക്കിയാണ് മേഖലയിൽ മാലിന്യ നിക്ഷേപം തകൃതിയായി നടക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധ ചെലുത്തി മാലിന്യ നിക്ഷേപത്തിന് തടയിടാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മനോഹര കാഴ്ചകൾ ഒരുക്കുന്ന ഇടമാണ് പൊന്മുടി ഡാം ടോപ്പ്. പൊന്മുടി ജലാശയത്തിന്റെ വിശാലതയാണ് കാഴ്ചയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. ജലാശയത്തിന് ചുറ്റുമുള്ള പച്ചപ്പും പാറക്കെട്ടുകളുമൊക്കെ പൊന്മുടിയെ കൂടുതൽ സുന്ദരമാക്കുന്നു. ജില്ലയിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് പൊന്മുടി. അണക്കെട്ടും കുന്നിൻ ചെരുവിനോട് ചേർന്ന് പരന്നു കിടക്കുന്ന ജലാശയവും ജലാശയത്തിന് ഇരു കരകളിലുമായുള്ള കാനന ഭംഗിയുമൊക്കെയാണ് പൊന്മുടിയുടെ സൗന്ദര്യം. വിശാലമായ പാറക്കെട്ടും താഴ്ഭാഗത്തുകൂടി കടന്നു പോകുന്ന റോഡും പൊന്മുടിയുടെ മറ്റൊരു മനോഹര കാഴ്ച തന്നെ. Hello, myself Manoranjan Singh and I am come from the Varanasi, UP.
My experience is too good. The location is the very prime location. There is a eco sounds. We are surroundings. We are calling our names, and eco sounds has coming, and scene vagara very too good, very excellent. And we are doing safari also, adventure also, zip line. Everything is very perfect and very good. Thank you. സായാഹ്ന കാഴ്ചകളിലാണ് പൊന്മുടി ഏറ്റവും സുന്ദരം. വൈകുന്നേരങ്ങളിലെ കാഴ്ചകൾ ആസ്വദിക്കാനും സ്വറപറഞ്ഞിരിക്കാനുമൊക്കെയായി സഞ്ചാരികളും തദ്ദേശീയരുമൊക്കെ ധാരാളമായി ഇവിടേക്ക് എത്താറുണ്ട്. അണക്കെട്ടിന് മുകളിലൂടെ നടന്ന കാഴ്ചകൾ കാണാം, കുതിര സവാരി നടത്താം, മതിവരുവോളം ചിത്രങ്ങൾ പകർത്താം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പനയിൽ ESI ആശുപത്രിയുടെ നിർമ്മാണത്തിന് നഗരസഭ വിട്ടു നൽകിയ 4.6 ഏക്കർ ഭൂമിയുടെ ഏറ്റെടുക്കൽ നടപടിക്ക് അംഗീകാരം ലഭിച്ചതായി ഡീൻ കുര്യാക്കോസ് MP. ഭൂമി ഏറ്റെടുക്കൽ അംഗീകരിച്ചത് കേന്ദ്ര തൊഴിൽ മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ അധ്യക്ഷതയിൽ നടന്ന 193ാമത് ESI കോർപ്പറേഷൻ മീറ്റിംഗ്. ഇടുക്കി ജില്ലയിലെ ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ വിനോദസഞ്ചാരികളെ കടത്തിവിടാതെ അനിശ്ചിതകാല സമരം ആരംഭിച്ച ജീവനക്കാർ. CITUവിന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സമരം ആരംഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലെ 4ഓളം ഹൈഡൽ ടൂറിസം സെന്ററുകളിലും ഇടുക്കി ചെങ്കുളം സെന്ററുകളിലും. ഇതോടെ ജലാശയത്തിലൂടെയുള്ള ബോട്ടിംഗ് അടക്കമുള്ള യാത്ര നടത്താൻ കഴിയാതെ സഞ്ചാരികൾ. കാഞ്ചിയാർ സ്വരാജ് തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനി റോഡ് സഞ്ചാര യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് വ്യത്യസ്ത സമരമുറയുമായി നാട്ടുകാർ. റോഡിന്റെ ഗുണഭോക്താക്കൾ വേറിട്ട സമരം നടത്തിയത് തെരുവ് നാടകം അവതരിപ്പിച്ച. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ എയ്ഡഡ് സ്കൂളുകളിൽ സ്ഥിര നിയമനം ലഭിച്ച 313 അധ്യാപകർക്ക് വർഷങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്ന് പരാതി. വിവരാവകാശ രേഖയിൽ പറയുന്നത് 1 വർഷം മുതൽ 7 വർഷം വരെ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ലെന്ന്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.